ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്. നമ്മളിപ്പോഴും ബാംഗ്ലൂർ തന്നെയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, ഭക്ഷണ പെരുമയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ടെമ്പിളാണ്. അവിടേക്ക് പോകാം. ഓക്കെ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഒരു ബ്യൂട്ടിഫുൾ ഗോപുരം കാണാം. നമുക്ക് കയറുമ്പോൾ ഗോൾഡൻ ടെമ്പിളാണിത്. കുദ്രോളി ശ്രീ ഗോകർണാഥേശ്വര ടെമ്പിൾ. ഇത് കുദ്രോളി എന്ന് പറഞ്ഞ പ്ലേസാണ്. മാംഗ്ലൂർ തന്നെയാണ്. എല്ലാം 2-3 കിലോമീറ്റർ ചുറ്റളവിലാണ് മെയിൻ സിറ്റിയുടെ. ഈ ക്ഷേത്രം 1912 നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആദി ബില്ലാവ കമ്മ്യൂണിറ്റിയുടെ ഒരു ക്ഷേത്രമായിട്ടും കൂടിയാണ്. ഇത് 2 കിലോമീറ്റർ ഫ്രം ദ സെൻറ്റർ ഓഫ് ബാംഗ്ലൂർ സിറ്റിയാണ്. വലിയ മനോഹരമായ ടവേഴ്സ് ഉണ്ട്, ഗോപുരം. കുറേ മ്യൂറൽസ് ഉണ്ട് അതിൽ. ഈ ടവറിലെല്ലാം കൊത്തുപണികൾ പോലെ അല്ല, അതായത് കൊത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് മ്യൂറൽ വർക്ക്. ക്ഷേത്രത്തിൽ വന്നപ്പോൾ തന്നെ കാണുന്ന മനോഹരമായ കാഴ്ച എന്താ പറയുക, ഇവിടെ ഒരു വിവാഹം നടന്നിട്ട് അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. ഇന്നത്തെ വരനും വധുവും ഒക്കെ ആയിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ട് കയറും. 2 വലിയ ആനയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു ഗോൾഡൻ ടെമ്പിളാണ്. കുറച്ചുകൂടെ ആധുനികമാണ്. 1912 പണിത്. ഇത് പൗരാണികമായ ക്ഷേത്രമല്ല. വലിയൊരു കല്യാണ മണ്ഡപമുണ്ട് ഇതിനകത്ത്. അവിടെ വെച്ചിട്ടാണ് ഈ കല്യാണം. ഇത് കാണേണ്ട ഒരു ടെമ്പിളാണ്. ഇവിടുത്തെ ആർക്കിടെക്ചറൽ സ്റ്റൈലും ഇവിടുത്തെ സ്കൾപ്ചേഴ്സും ഒക്കെ. ഇത് നേരെ കയറുമ്പോൾ തന്നെ ഭഗവാൻ, അതായത് ഹനുമാൻ മന്ദിർ, ഷിർദി ബാബ മന്ദിർ. ഓരോന്നും ലേറ്റർ എഡിഷൻസ് ആണ് കേട്ടോ. ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ പണിതാണ്. ഇത് മെയിൻ ടെമ്പിൾ ഗോപുരം. സുവർണ കല്യാണ മണ്ഡപം പ്ലസ് അതിനോട് ചേർന്ന് സോമസുന്ദരം, എനിക്കുള്ള ഗസ്റ്റ് ഹൗസും കൂടിയാണ് വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനായിട്ട്. ഇത് രാജീവ് ഗാന്ധി MP ആയിരുന്ന സമയത്ത് 1991 ആണ് ശ്രീ ഗോകർണാഥ് ക്ഷേത്രം റിനോവേറ്റഡ് ഗോകർണാഥേശ്വര ടെമ്പിൾ ഇൻ 1991. ഇതിൻ്റെ സെൻറ്റിനറി സെലിബ്രേഷൻ ശ്രീമതി സോണിയാഗാന്ധി ആണ് നിർവഹിച്ചത് 2012. ഇനി അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഇത് ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നന്നായിട്ട് പ്രാർത്ഥിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ടെമ്പിളാണ്. ഇവിടെ കല്യാണത്തിൻ്റെ പരിപാടി നടക്കുന്ന ഒരു മണ്ഡപം. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ഞാൻ അകത്തുനിന്ന് പ്രസാദം മേടിച്ചു. ലഡു അകത്ത് ഉപദൈവങ്ങളും ഒക്കെ ഉണ്ട്. ഗണപതി ഭഗവാനുണ്ട്, ദേവിയുണ്ട്, നവഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ ഒരുപാട് മലയാളികളെ കാണാൻ പറ്റും. കണ്ണൂർ സൈഡിൽ നിന്നും മഞ്ചേശ്വരം അവിടെ നിന്നൊക്കെ വരുന്നത്. കാസർഗോഡ് ബോർഡറാണല്ലോ. ഇവിടുത്തെ പ്രസാദം അകത്ത് വാങ്ങാൻ കിട്ടും. ലഡു. ഇവിടെ ഒരു ഉപദൈവമായിട്ട് വെളിയിൽ, മെയിൻ ശ്രീകോവിലിൻ്റെ വെളിയിലായിട്ട് സെപ്പറേറ്റ് ഒരു ക്ഷേത്രമായിട്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അവിടെ കൊണ്ട് പ്രാർത്ഥിച്ചു. ഗീതോപദേശത്തിൻ്റെ ഒരു ഇതൊക്കെ ചെയ്ത് വെച്ചു. ശ്രീകൃഷ്ണ ഭഗവാനെയും കണ്ട് പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു വെള്ളി രഥമുണ്ട് കേട്ടോ. ഈ ഉത്സവ സമയത്ത് ഇങ്ങനെ പ്രധാന പ്രതിഷ്ഠ എല്ലാം കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നത്. അത് അവിടെ ഒരു എൻക്ലോഷറിൽ വെച്ചിട്ടുണ്ട്. നിറച്ച് ഇങ്ങനെ കുത്തുവർക്കൊക്കെ ആയിട്ട് ഒരുപാട് സ്കൾപ്ചേഴ്സൊക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സിൽവർ ഒരു രഥമാണ്. പിന്നെ ഇതൊരു വലിയ ആൽമരം. അതിൻ്റെ ചുവട്ടിൽ ഗുരു ദത്താത്രേയയുടെ പ്രതിഷ്ഠയാണ്. നല്ല രസമുണ്ടല്ലേ. ടോട്ടലി ടെമ്പിൾ ഇസ് വെരി സെറൈൻ, വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. പഴയതൊന്നുമല്ല, ആധുനികമായ രീതിയിലാണെങ്കിലും എല്ലാം മനോഹരമായൊരു ക്ഷേത്രമായിട്ടുമാണ്. ഭയങ്കര ഒരു എന്താ പറയുക, റിച്ച് ടെമ്പിളാണെന്ന് തോന്നുന്നു. കാരണം ഒരു വലിയൊരു മണ്ഡപം. 1 2 3 4 5 5 നിലയോ. മൈ ഗോഡ്. മണ്ഡപവും അതിനോട് ചേർന്നുള്ള അനുബന്ധമായ കാര്യങ്ങൾ. അവിടെ ഗസ്റ്റ് ഹൗസ്,
പിന്നെ ഭക്ഷണം കഴിക്കാനാണെന്ന് ഇവിടെ വേറൊരു കല്യാണ മണ്ഡപത്തിൻ്റെ ഒരു ഭാഗവും കാണുന്നുണ്ട്, വേറൊരു ഹാള്. ഞാൻ പ്രസാദമൊക്കെ നടന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ഒരു ലഞ്ച് പ്ലേസിൽ പോകാം, ഒരു ട്രഡീഷണൽ മാംഗ്ലൂരിയൻ വെജിറ്റേറിയൻ ലഞ്ച്. അപ്പോൾ മാംഗ്ലൂർ വന്നാൽ മസ്റ്റ് വിസിറ്റ്, പ്രാർത്ഥിക്കാനും എല്ലാം കൊണ്ടും ഒരു ഹോളി പോസിറ്റീവ് കണ്ടിരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു ടെമ്പിളാണ് ഗോകർനാഥ ക്ഷേത്രം, സ്വാമി ക്ഷേത്രം. സോ കാറിപ്പോൾ വരും, കയറിപ്പോവാം. ബോണ്ട ഫാക്ടറി എന്ന് പറഞ്ഞൊരു കടയാണ് ഇത്. ശരിക്കും മാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു ബാംഗ്ലൂർ റൂട്ടിലേക്ക് പോകണം. ബൈ നാച്ചുറൽസിൻ്റെ ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ബോണ്ട ഫാക്ടറി. ഇവിടെ ഒരു ഫാക്ടറി ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫാക്ടറി വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ കരിക്ക് ഇങ്ങനെ മെഷീൻ തന്നെയാണ് കരിക്ക് ഇങ്ങനെ മുറിച്ചതിനകത്തെ പൾപ്പൊക്കെ എടുത്തിട്ട് ഐസ്ക്രീം പ്രോസസ്സിങ് എല്ലാം കാണാൻ പറ്റും. തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ ഫാക്ടറിയും. സൺഡേ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അതൊക്കെ കയറി കഴിക്കാം എന്തായാലും. ഓക്കെ, ബോണ്ട ഫാക്ടറി നല്ല ബ്യൂട്ടിഫുൾ എന്നാണ്. ഇതൊരു വീട് പോലെ, പഴയ ട്രഡീഷണൽ ഹൗസ് പോലെ, പക്ഷേ ഭയങ്കര ഓപ്പൺ വെറാന്ത. ഇത് നോക്കിയാൽ ഫിഗ് ട്രീസ് ആണ് ചുറ്റോട് ചുറ്റും, നല്ല തണൽ വൃക്ഷങ്ങളൊക്കെ ആയിട്ട്. നമ്മളിവിടെ ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടിരിക്കുക. നമ്മൾ തന്നെ പോയി മെനു നോക്കിയിട്ട് എല്ലാം കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട് ബേസ്ഡ് കാര്യങ്ങളാണ്. ഡിസേർട്ട്സ്, വാഫിൾസ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, ഫാമിലി പാക്സ് ഉണ്ട്, കോണിൽ സിംഗിൾ സ്കൂപ്പ് ഉണ്ട്, വാഫിൾസിനകത്ത് വെച്ച് തരുന്ന പരിപാടി. ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ കോക്കനട്ട് വാട്ടർ, നമുക്ക് അവിടെ പോയി പൈസ അടച്ചിട്ട് ടെൻഡർ കോക്കനട്ട് വാട്ടർ, then ഐസ്ക്രീം ഇൻ വാഫിൾ, ടെൻഡർ കോക്കനട്ട് ഫ്ലോട്ട് ഉണ്ട്, ഫാമിലി പാക്ക് ഉണ്ട്, then പൈനാപ്പിൾ വിത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ട്, പൈനാപ്പിൾ വിത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഇൻ വാഫിൾ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് വിത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം അതേ കാര്യം തന്നെ വാഫിളിനകത്ത് വെച്ചും തരും. അങ്ങനെ ആപ്രിക്കോട്ട് വിത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വിത്ത് ടെൻഡർ കോക്കനട്ട് മിക്സിലുള്ള കാര്യങ്ങൾ വന്നു. ടെൻഡർ കോക്കനട്ട് 1 scoop ഐസ്ക്രീം, then 1 waffle tender coconut and jackfruit, then tender coconut with pineapple 1. With waffle, without waffle? No, without waffle 1, with waffle 1. 1 with jackfruit and 1 with pineapple. Single scoop. That is in a cup. Okay. 3 ice cream. 3 ice cream and 1 more. Float. What is this float? Tender water with ice cream. Okay. 1 glass water with tender. 1 scoop with tender coconut ice cream. We'll get it together. Okay. That's 1. Then 1 coconut water. Tender coconut. 1 bottle. ഇത് നാച്ചുറൽസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ ഐസ്ക്രീം ബ്രാൻഡ്. നമ്മുടെ ട്രിവാൻഡ്രത്തും ഒക്കെ ഉണ്ട്. അവരുടെ മെയിൻ ഫാക്ടറികളിലൊന്നാണിത്. ഇവരുടെ വേറൊരു മെയിൻ ഫാക്ടറി ഉള്ളത് ബോംബെയിലാണ്. ഇതിൻ്റെ ബാക്കിൽ ഫുൾ ഫാക്ടറി കേട്ടോ. നാച്ചുറൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. ബിക്കോസ് എല്ലാം പ്യുവറാണ്, പ്യുവർ ഫ്രൂട്ടിൽ ചെയ്യുന്നതാണ്. സോ ഇനി നമ്മൾ തന്നെ എല്ലാം മേടിച്ചിട്ട് പോകണം. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വിത്ത് പൈനാപ്പിൾ. ദിസ് ഈസ് ഫ്ലോട്ട്, അതായത് ടെൻഡർ കോക്കനട്ട് വാട്ടറിൽ ഐസ്ക്രീം ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ദിസ് ഈസ് വാഫിളിനകത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വിത്ത് ജാക്ക് ഫ്രൂട്ട്. ഇത് ഇത്രയാണ് പറയുന്നത്, ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം മാത്രം. ഇത്രയും കാര്യങ്ങളുണ്ട്. ടേബിളിലേക്ക് കൊണ്ടുപോകാം. ഇത്രയും മേടിച്ചിട്ട് 400 രൂപയുള്ളൂ. ഓ മൈ ഗോഡ്. നാച്ചുറൽസ് ഐസ്ക്രീമിൻ്റെയാണ് കേട്ടോ. അമ്മയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രിവാൻഡ്രത്തുണ്ട് നാച്ചുറൽസിൻ്റെ ഷോപ്പ്. സോ അവരുടെ ഒരു ഫാക്ടറിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കറങ്ങി അടിപൊളി. കരിക്കിൻ്റെ വെള്ളത്തിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. പ്യൂറാണ്, ഇതിൻ്റെ പ്യൂരിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ സ്വാദ് കൊണ്ട് മരിച്ചു. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ടു ഗുഡ്. കോക്കനട്ട് ഐസ്ക്രീം വിത്ത് പൈനാപ്പിൾ. പൈനാപ്പിൾ ഇങ്ങനെ വിളയിച്ച പൈനാപ്പിളാണ് കേട്ടോ.
ഫ്രഷ് ആയിട്ടുണ്ട്, പക്ഷെ എല്ലാം പ്യുവർ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ കോമ്പിനേഷൻ. ഇതൊക്കെ വേറെ ലെവലാട്ടോ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. ഇത് വാഫിൾസിൽ ഇത് ജാക്ക് ഫ്രൂട്ടാണ്. ഇത് രണ്ട് കാര്യം എൻ്റെ ഫേവറേറ്റാണ്, ചക്കയോ അതെ കരിക്കോ അതെ. ചുമ്മാതാണ് ആൾക്കാരെല്ലാം ഇവിടെ വരുന്നത്. ഇത് ഫാക്ടറി ഔട്ട്ലെറ്റും കൂടിയാണ്. ടു ഗുഡ്. 15 കിലോമീറ്റർ ഓടി വന്നാലെന്താ ഇത്രയും ഡിലീഷ്യസ് ആയിട്ട് പ്യുവർ ഫ്രൂട്ട്സിലുള്ള ഐസ്ക്രീം. നാച്ചുറൽസിൻ്റെ ബോണ്ട ഫാക്ടറി എന്നാണ് പറയുന്നത് ഇവിടെ. ഒരു പരവേശമാണ് എനിക്ക് എല്ലാം കൂടി. നമുക്ക് ഫ്രൂട്ട്സ് അത് ടെൻഡർ കോക്കനട്ട് വാട്ടറിൽ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഇട്ടിങ്ങനെ തരും. ദിസ് ഇസ് ദ ഫ്ലോട്ട്, ടെൻഡർ കോക്കനട്ട് ഫ്ലോട്ട്. നമുക്ക് ശരിക്കും അകത്ത് കയറി ഫാക്ടറിയും കൂടി കാണാമായിരുന്നു, പക്ഷെ ഇന്ന് സൺഡേ വർക്കിംഗ് അല്ല. നമ്മുടെ മേജർ ഫാക്ടറിയാണ്. ഇതിലും വലുതുള്ളത് ബോംബെയിലാണ്. ഇവിടുന്നാണ് എല്ലാ സ്ഥലത്തേക്കും പോകുന്നത്, ഇവിടെ നിന്നും ബോംബെയിൽ നിന്ന്. ഇവിടെ ഏതെല്ലാം കഴിക്കും. ഈ സമ്മർ കാലാവസ്ഥയ്ക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. ഇനി സമാധാനമായിട്ട് ഒന്നും ദുരിതത്തിൽ കഴിക്കാൻ പോകും. ഇവിടുത്തെ തിരക്ക് കൂടി വരുന്നു. എനിക്ക് തോന്നുന്നു സമ്മറിന് പറ്റിയ റിഫ്രഷ്മെൻറ്റ് തന്നെയാണ് ഇവിടെ. ബോണ്ട ഫാക്ടറി, ദാറ്റ് ഈസ് ബൈ നാച്ചുറൽസ്. ഇവിടെ നല്ല തിരക്ക്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. സിറ്റിയിൽ നിന്നൊരു 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ഇവിടേക്ക് നോക്കിയാൽ നല്ല ഗ്രീനറി, ഒരു കാട് പോലത്തെ പ്രദേശം. ഇതെല്ലാം ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെ കുറച്ച് വീടുകൾ അങ്ങനെ. ഇവിടെ തിരക്കുമാണ്, വാഹനങ്ങൾ വരുന്നു പോകുന്ന. എവിടെ നിന്നാണെങ്കിലും ആൾക്കാർ അന്വേഷിച്ചു. നാച്ചുറൽസിൻ്റെ ഫാക്ടറിയാണിത്. സോ നൈസ് അല്ലേ? എനിക്ക് ഭയങ്കര ഹാപ്പി, സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാനിനി തിരിച്ച് സിറ്റിയിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുത്ത് നമ്മുടെ വ്ളോഗ് എടുക്കാനായിട്ട് ഇറങ്ങുന്നത്. ലഞ്ച് ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.